ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2023 നവംബർ 25 നടന്ന LD ക്ലർക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 3യുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? സർദാർ KM പണിക്കർ. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? K. ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം, സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? അരവിന്ദ് പനാഗരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബേരിയാണ്. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2023 2 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അത് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു. ഗുൽസാറിനും രാംഭദ്രാചാര്യക്കുമാണ് ലഭിച്ചത് 2023. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വെച്ചോളൂ, 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്, ഗുൽസാറിനും രാംഭദ്രാചാര്യക്കും. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 3ഉം 4ഉം. ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടൺ ഓഫ് പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം വെള്ള. 1950 ജാനുവരി 24
ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1993. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട്. എനിക്കിതിൽ ഡൗട്ടുണ്ട്. എൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം, ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫ്രോഡ് ക്രിപ്സിനു കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. നൈതാലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു, ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമെന്ന് ഒന്ന് നോക്കാം. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. യോജിക്കുന്ന പ്രസ്താവനകളാണ്: 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 4ഉം. ഇത് പത്രപ്രസിദ്ധീകരണങ്ങളാണ്, അതിന് നേതൃത്വം നൽകിയവരും: നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി, വന്ദേ മാതരം ലാല ലജ്പത് റായ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായി ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 3ഉം 4ഉം. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC NM ജോഷി, ലാല ലജ്പത് റായ്. ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാല ഹർദയാലാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണനാണ്. ദാദാഭായി നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. ഇനി ദാദാഭായി നവറോജിയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളും കൂടെ വായിക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു.
ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം രാധാകൃഷ്ണൻ കമ്മീഷനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മൂസിരസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. 1653 കൂനൻകുരിശ് സത്യം. അതോർത്ത് വയ്ക്കുക. 1653 കൂനൻകുരിശ് സത്യം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. തീരപ്രദേശം ഇല്ല എന്ന് പറയുന്നത് കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 അപ്പം അഷ്ടമുടി എന്ന് പറയുന്നത് കൊണ്ടാണ് 8 ശാഖകൾ എന്ന അർത്ഥമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ പ്രസ്താവനകൾ 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവം. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈന.
മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1, 3. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംചോല. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 4. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജങ്കു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കറക്റ്റ് പ്ലേസ് പനങ്ങാട്, കൊച്ചിയിലാണ്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിനു വേണ്ടി യത്നിച്ചു. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 2, 3. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. മന്നത്ത് പത്മനാഭരെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് C. കേശവനാണ്. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. 1. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. 2. ഘോഷ ബഹിഷ്കരണം. 3. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. 4. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3, 4. അരയ സമുദായം,
ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അരുവിപ്പുറം പ്രതിഷ്ഠ 1888, ടാഗോറിൻ്റെ സന്ദർശനം 1922, ഗാന്ധിജിയുടെ സന്ദർശനം 1925, ഗുരുവിൻ്റെ സമാധി 1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ. ഇതാണ് ശരിയായ പ്രസ്താവനകൾ. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 3, 4. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. കല്ലുമാല സമരം നടത്തിയത് 1915. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1893. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. ശരിയായ പ്രസ്താവന 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. അക്കമ്മ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. 2 തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. 3 അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാക്പടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വച്ചാണ്? കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ റൈസോബിയം. 71ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടുണ്ട്. PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളതൊന്ന് കൺഫേം ചെയ്തിട്ട് ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ത്രികങ്ങൾ ഡോബറൈൻ, അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്, ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേഫ്, ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏതു വാതകം? ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളവ സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി, ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണം, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് ഏത്? പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? പാസ്കൽ. ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.